എൻ്റെ പേര് കൃഷ്ണ ശിവാനന്ദ്. ഞാനിവിടെ ഡോക്ടർ JP's ക്ലാസ്സിലെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലാണ് പഠിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് വെച്ചാൽ +1 +2ൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ നീറ്റും നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. എന്നാൽ ബോർഡ് എക്സാമിൻ്റെ സ്കോർ ഒട്ടും കുറയാതെ തന്നെ ബോർഡ് എക്സാമിനും നീറ്റിനും നല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നീറ്റും ക്രാക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തുന്ന ആ ഒരു സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ +1 +2 സ്കൂളിലോട്ട് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാതെ ഡോക്ടർ JP's ക്ലാസ്സിൽ വന്നിട്ട് ഇവിടെ ഡെയിലി റെഗുലറായിട്ടൊരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ പഠിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്. അങ്ങനെ ചെയ്യുന്നതിൽ നല്ല പ്രോഫിറ്റും അല്ലെങ്കിൽ ഔട്ട്കം നമുക്ക് എന്തായാലും കിട്ടുന്നുള്ള ആ ഒരു ഉറപ്പുണ്ട്. ഞാൻ ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഡോക്ടർ ആവണം, നീറ്റ് എഴുതി ക്രാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടും +1 +2 സ്കൂളിൽ പോയി സമയം കളയുന്നതിനേക്കാട്ടും നല്ലത് എനിക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ചൂസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇപ്പം +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ആദ്യം തന്നെ നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബാച്ച് ചൂസ് ചെയ്തത്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടിപ്പം 1 മാസം ആയി. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായി. സാറുമാർ എല്ലാവരും നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ എല്ലാം വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ നല്ലൊരു പ്ലാൻ ഉണ്ട്, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ പോർഷൻസും കവർ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം അവരുടെ കയ്യിൽ തന്നെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 1 മാസമായിട്ട് നല്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കത് നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല വർത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഡോക്ടർ JP's ക്ലാസ്സിൻ്റെ ഏറ്റവും നല്ലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടർ തന്നെയായിട്ടുള്ള JP സാറ് എല്ലാ വീക്ക്ലി ഞങ്ങളെ കണ്ട് സംസാരിക്കുകയും ഞങ്ങൾക്ക് ക്ലാസ് തരികയും ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരികയും ഒക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ഡയറക്ടർ തന്നെ വന്ന് കുട്ടികളെ അധികവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, അധികവും വീക്ക്ലി ഇങ്ങനെ വരികയും അങ്ങനെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ JP സാറ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തരും, എപ്പോഴും വന്ന് കാണും, സംസാരിക്കും, ഓരോരുത്തർക്ക് എങ്ങനെയാണോ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എല്ലാം അന്വേഷിക്കും, എല്ലാം സാറ് തന്നെ നല്ല ക്ലിയർ ചെയ്തു തരും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. ഇപ്പം നമ്മളെ അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും ഇപ്പോൾ സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സീറ്റ് കിട്ടിയില്ല എന്നും കരുതി വിഷമിക്കേണ്ട. നമുക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ഒരു നല്ല സപ്പോർട്ട് തന്നെയാണ് തരുന്നത്. നിങ്ങൾക്കൊരു നല്ലൊരു ലക്ഷ്യമുള്ള ആളാണെങ്കിൽ ഷുവറായിട്ട് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ചൂസ് ചെയ്യുക. നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തായാലും ഇൻ്റഗ്രേറ്റഡ് ബാച്ച് സഹായിക്കും, ഉറപ്പാണ്.